എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹോട്ടൽ സ്റ്റൈലിലുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ മുളകിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. നാളികേരൊന്നും ഉപയോഗിക്കാതെ തന്നെയാണ് ഇത് ഉണ്ടാക്കണത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ മുളകിട്ടത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് നിറയെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി അത്യാവശ്യം വേണം. ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് 1 കൂടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഞാൻ 1 കിലോ മീനിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഇതിലിപ്പോൾ ചെറുതും വലുതും ഒക്കെ ഉണ്ട്. നല്ല വലുതാണെങ്കിൽ ഒരു 12 വെളുത്തുള്ളി മതി കേട്ടോ. പിന്നെ 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതാക്കണ്ട. ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ചെറിയുള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരിക. ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ താമസിക്കുന്നവരാണ്, ചെറിയുള്ളി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവോള ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം വഴന്നും വരും. ഇപ്പോൾ ഈ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് നീളത്തിൽ കനം കുറച്ചൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാം കേട്ടോ. ഒരുപാട് പുളിയുള്ള തക്കാളി നല്ലത്. ഇനി തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ തക്കാളിയിലുള്ള ഒരു വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി ഇത് നന്നായിട്ട് വഴന്നു വന്നോളും എല്ലാം കൂടെ. ഇപ്പം കണ്ടോ, ഈ ഒരു തക്കാളി ഇത് നന്നായിട്ട് വഴന്നൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഉള്ളി ഇടുന്നുണ്ടെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതിയെ. ആ ഒരു വെള്ളം ആ കാര്യങ്ങളെല്ലാം നന്നായിട്ട് വഴറ്റി ഒന്ന് വഴന്നു വരണം. അത്ര തന്നെ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ. ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തതുണ്ട് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണക്കൊന്ന് മാറി വന്നോട്ടെ. ഇത് മതി കേട്ടോ. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. വെള്ളമൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു മസാല ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഉപയോഗിച്ച സെയിം മൺചട്ടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ചെടുത്ത ഈ ഒരു മസാല ഉണ്ടല്ലോ, ഇത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഓൾറെഡി നമ്മൾ വഴറ്റി എടുത്തതിനാലും നമ്മളൊന്നും കൂടി ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീൻ കറിയില്ലേ, കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് തന്നെ വരുമല്ലോ. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 വലിയ പച്ചമുളക് അതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കറിയിൽ പ്രത്യേകിച്ച് ആ ഒരു പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ വരുമല്ലോ. അതിപ്പോൾ മീൻ മുളകിട്ടതാണെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മതി. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് എല്ലാം കൂടെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കണത് കുടംപുളിയാണ് കേട്ടോ. 2 വലിയ കഷ്ണം കുടംപുളി ഒന്ന് മുറിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. ആ വെള്ളമടക്കം ഞാൻ കുടംപുളി ഇതിലേക്ക് ചേർക്കണം. കുടംപുളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മതിയാവും. നമ്മുടെ പുളിക്ക് അനുസരിച്ച് മീൻകറിയിലൊക്കെ ഓരോരുത്തരുടെയും പുളിയുടെ അളവ് വ്യത്യസ്തമാണല്ലോ. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചൊന്ന് വറ്റിയൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ പണ്ടത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. കാരണം ഈ ഒരു ഗ്രേവി ലൂസാണെന്നുണ്ടെങ്കിൽ മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ലൂസായിട്ട് മാറും. കാരണം അതിലൊന്നും വെന്ത് വരാൻ ഒരുപാട് സമയം വേണ്ടല്ലോ. പ്രത്യേകിച്ച് മീനിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വെള്ളമൊക്കെ പുറത്തോട്ട് വരുമ്പോൾ ഗ്രേവി ഒന്നും കൂടി ലൂസായിട്ട് വരും. അതുകൊണ്ടാണ് ഒന്ന് തിക്കാതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 കിലോ അയിലയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതുള്ളൂ. മീൻ ചേർക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് കറക്റ്റ് ആണോ നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു കുറച്ച് മിനിറ്റ് നിൽക്കുമ്പോഴാണ് ഈ ഒരു മീൻ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് ഉപ്പ് പുളി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വരാം. കുറച്ച് മീനിൻ്റെ പരിഞ്ഞീനും ഉണ്ടായിരുന്നു, അതും കൂടി ഞെട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇതിപ്പോൾ ഒരുപാട് അങ്ങോട്ട് മുങ്ങി നിൽക്കണമെന്നില്ല ഗ്രേവി. ഈ ഒരു ഗ്രേവി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പതുക്കെ. ഇനി ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് അപ്പോഴേക്കും ആ ഒരു പുളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി ഗ്രേവി ഒന്നും കൂടി കുറുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കറി റെഡിയാണ്. ഞാൻ അടച്ചു വയ്ക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി, ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ അതിലൊന്നും വെന്ത് വരാൻ ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. ഒരു 7-8 മിനിറ്റൊക്കെ ധാരാളം മതി. പിന്നെ മസാല ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഒരു 10-12 മിനിറ്റോളം സമയം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ആ ഒരു എരിവ് പുളി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് വരണമല്ലോ. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ആണെങ്കിൽ ഇത് മതി. അതിനുശേഷം വീണ്ടും നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടത് അല്ലെങ്കിൽ അയില മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇത് ഇരിക്കും തോറും സാധാരണ മീൻ കറികളുടെ പോലെ പ്രത്യേകിച്ച് മുളകിട്ടതൊക്കെ ആകുമ്പോൾ ഇരിക്കും തോറും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇതൊന്നും കൂടി തണുത്ത് വരുന്ന സമയത്ത് ചാറ് നല്ല കുറുകി അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ലൂസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് തിക്കായിട്ട് മാറും. അപ്പോൾ എല്ലാവരും ഈ ഒരു മീൻ മുളകിട്ടത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കുക. എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇതിൽ നല്ലൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.